ഹായ് ഫ്രണ്ട്സ്, ദീപാവലി അല്ലേ വരുന്നേ. നമുക്ക് ദീപങ്ങളോടങ്ങ് അലങ്കരിക്കണം. അതിനുവേണ്ടി ഒരു ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ കുപ്പിയുടെ ചുവട് മാത്രം മതി. അതിനെ ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മളിതൊരു ഡിസൈൻ ചെയ്യണം. എന്ത് ഡിസൈൻ കൊടുക്കാം എന്നിരുന്ന് ആലോചിച്ച് എൻ്റെ തരത്തിലൊരു ബുദ്ധിത്വം കിട്ടി. ശരിയല്ലല്ലേ? എന്നായാലും എൻ്റെ തലയിൽ ഒരു വെള്ളരി വെട്ടി. ആ വെള്ളരിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ പിന്നെ എന്താ, നമ്മുടെ ക്ലേ എടുത്തോണ്ട് വരിക. അതിനെ കുറച്ച് ഉരുട്ടി നീട്ടി ബോൾസ് ഉണ്ടാക്കി പെറ്റൽസ് പോലെ ഉണ്ടാക്കിയെടുക്കുക. അത് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് അവസാനം ഒരു സൂര്യകാന്തി പൂ വിടർന്ന് നിൽക്കുന്ന പോലെ ഒരു ഐറ്റം കിട്ടും. പക്ഷേ ആദ്യം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ടൂൾ എടുത്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അടിപൊളി, എന്താ രസമല്ലേ? എനിക്കിഷ്ടപ്പെട്ട്. അകത്ത് നമ്മൾ ഈ ഒരു എന്താണ് വെക്കുന്നത്, ലൈറ്റോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിന് വെക്കാൻ സ്റ്റാൻഡേർഡ് വേണ്ടേ, അതിന് വേണ്ടി അത് വെച്ചു. ഒരു കുഞ്ഞു കൈ വന്നാണ്ടോ, കുഞ്ഞു കൈ എന്തെടുത്താലും അതിന് വേണം. എപ്പോഴും അതിൻ്റെ മടി കാണും. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. ഇതിലോട്ട് ഈ ഒരു കുപ്പിയുടെ അടപ്പിലോട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡോട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എൻ്റെ ഇളക്കുന്ന കണ്ട ഈശ്വര, എന്തൊക്കെ പെറുക്കൊണ്ട് പോകുമെന്തോ. നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ അവസാനം എനിക്കൊരു പണി പാളിപ്പോയി. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിന് പാർട്ട് 2 ഉണ്ട്. എന്തായാലും കണ്ടു നോക്കുക. അഭിപ്രായം പറയണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബായ്.